നമോ ഗൈസ്, വെൽക്കം ടു തഞ്ചാവൂർ ബ്ലോക്ക് പാർക്ക്. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ പോവാണ്. എറണാകുളം സൗത്തിൽ നിന്ന് 10:25 ട്രെയിൻ രാവിലെ എത്തുന്നതുകൊണ്ട് ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അങ്ങനെ നേരെ മെട്രോയും കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി. May I have your attention, please? എല്ലാ ദിവസവും എറണാകുളം നിന്ന് പുറപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസ് ആണ് നമ്മുടെ ട്രെയിൻ. ടിക്കറ്റ് റേറ്റ് വരുന്നത് 165 രൂപയാണ്. ജനറലാണ്. ഒരു നേരത്തെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എടുക്കാവുന്ന ട്രെയിൻ ആയതുകൊണ്ട് സീറ്റൊക്കെ ഉറപ്പിക്കാം. അങ്ങനെ ട്രെയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. നേരെ അപ്പം എറണാകുളം ടു തഞ്ചാവൂർ. അങ്ങനെ മോർണിംഗ് ഒരു 9:30 നമ്മൾ തഞ്ചാവൂരിലെത്തി. നേരെ ഇനി ക്ലോക്ക് റൂമിലേക്കാണ്. ആദ്യം തന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് AC ലോഞ്ചും കാര്യങ്ങളും പോയി ഫ്രഷപ്പും കാര്യങ്ങളുള്ള സൗകര്യം അവിടെ തന്നെയുണ്ട്. ക്ലോക്ക് റൂമിൽ ബാഗ് വെക്കുന്ന റേറ്റ് വരുന്നത് 25 റുപ്പീസാണ്. അപ്പോൾ ഞാൻ നേരെ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഫുഡ് അടിക്കാനാണ്. ഫുഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫുഡ് പോയ്സൺ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ആരിഫ് ഭവനിൽ നിന്നാണ് ഒരു മസാല ദോശയും കാര്യങ്ങളും കഴിച്ചത്. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് തന്നെ വഴി വെച്ചു. ചേട്ടൻ പറഞ്ഞു കുറച്ച് നടക്കാനുണ്ട്, 5 മിനിറ്റോളെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഷെയർ ഓട്ടോയും കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടും. ഞാൻ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ മ്യൂസിയവും കാര്യങ്ങളും വരുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ആ വ്യൂ കിട്ടും പാലത്തിൽ. അപ്പോൾ നേരെ ക്ലോക്ക് റൂമിൽ പോയി നമ്മുടെ ചെരുപ്പും ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം. അവിടെ റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. നമ്മൾ ഇതൊക്കെ വെക്കുമ്പോൾ റേറ്റ് വരും. അങ്ങനെ നേരെ കോവിലേക്ക്. എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റ് മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് തഞ്ചാവൂർ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. തഞ്ചാവൂരിനെ പറ്റി പറയുവാണെങ്കിൽ കുറേ വിശേഷണങ്ങളുണ്ട്. 81 അടി താരം വരുന്ന ഈ മകുടം, 217 അടി ഉയരമുള്ള ഈ ഗോപുരത്തിന് മുകളിൽ സിമെന്റ് പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് എങ്ങനെയെന്ന് ഇപ്പോഴും അത്ഭുതമായി തോന്നുന്നു. 1000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം അന്നത്തെ ചോള രാജാവായ രാജരാജ ചോളൻ അഥവാ പൊന്നിയിൻ സെൽവൻ 1003 1011 ഇടയ്ക്കാണ് പണി കഴിപ്പിച്ചത്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് കണ്ടിരിക്കണം. കോവിലിനടുത്ത് തന്നെ ചെറിയൊരു മ്യൂസിയം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ കുറേ ശില്പങ്ങളും ഫോട്ടോസും പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ നേരെ പോയി നമ്മുടെ പാലസിലേക്ക് പോകാനാണ്. അപ്പോൾ ആദ്യം തന്നെ പോയി ക്ലോക്ക് റൂമിൽ പോയി നമ്മുടെ ബാഗും ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിന് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നേരെ അതെടുത്ത് നമ്മൾ പോയത് തഞ്ചാവൂർ പാവം മേടിക്കുന്ന സ്ഥലത്തേക്ക്. അതിൻ്റെ അടുത്ത് തന്നെയാണ്, കോവിലിൻ്റെ അകത്ത് തന്നെയാണ് ആ തഞ്ചാവൂർ പാലസ്, ക്ലോക്ക് റൂമിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ മേടിച്ച് പുറത്തോട്ട് ഇറങ്ങി. കോവിലിൽ നിന്ന് ഇറങ്ങി നേരെ വഴി ചോദിച്ചതാണ്. പാലസിലേക്കാണ് വഴി ചോദിച്ചത്. ചേട്ടൻ നേരെ ഇരിക്കാനാണ് എന്നോട് പറഞ്ഞത്. മൂർഖനെയാണല്ലോ ദൈവമേ ചവിട്ടി എന്നുള്ള അവസ്ഥ ചെയ്യേണ്ടത്. നേരെ ചേട്ടൻ്റെ ഒരു തത്തേനെ ഇറക്കി. തത്ത എന്തൊക്കെയോ ഒന്ന് കാടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു ഇനി നല്ല കാലമാണ്. ഞാനത് വിശ്വസിച്ച് നേരെ നടന്നു. വേറൊരു ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ച് നടക്കാനുണ്ട്, ചേട്ടൻ അങ്ങോട്ടാണ് കയറിക്കോളാൻ പറഞ്ഞു. നേരെ ആ ചേട്ടൻ്റെ വാക്ക് കേട്ട് ഞാൻ കയറി. നേരത്തെ ചേട്ടൻ പറഞ്ഞ ആ നല്ല കാലം വന്ന് വിശ്വസിച്ചു. നേരെ പാലസിൻ്റെ അവിടെ കൊണ്ടുവിട്ട് പാലസിലേക്ക് കയറി. ഇവിടെ ടിക്കറ്റിന് വരുന്നത് 50 രൂപയാണ്. അപ്പം ഞാൻ നേരെ അകത്ത് കയറി. കുറേ കാണാനുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് സരസ്വതി മഹാ ലൈബ്രറിയും ആർട്ട് ഗാലറിയും ദർബാർ ഹാളും എല്ലാം വരുന്നത്. അങ്ങനെ മ്യൂസിയം കാര്യങ്ങളൊക്കെ കണ്ട് നേരെ ഇതിൻ്റെ അകത്ത് വേറൊരിതുണ്ട്. ഓരോ സെറ്റും കയറുമ്പോൾ 5 രൂപ വെച്ച് വീണ്ടും എക്സ്ട്രാ കൊടുക്കേണ്ടി